ബാക്ക് ടു പിനുമാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത്. ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എന്ത് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളെ ലൈഫിൽ നമ്മൾ അറിയാണ്ട് ചിലവാക്കുന്ന കുറേ സമയങ്ങളുണ്ട്, വെറുതെങ്കിൽ കളയുന്ന കുറേ സമയങ്ങളില്ലേ, അതിനെ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്നും അതെന്തൊക്കെയാണ് നമ്മൾ അറിയാണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ചിലവാക്കുന്ന സമയം എന്തിനൊക്കെയാണ് എന്നുള്ളതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ക്രോഡീകരിച്ച് പറയാമെന്ന് വിചാരിച്ച് അതിനെങ്ങനെ ഒഴിവാക്കാം, നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് എങ്ങനെ ടൈം മാനേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഒരു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ടൈമും എഫക്റ്റീവായിട്ട് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാകും. പക്ഷേ എങ്കിൽ കൊണ്ടുപോകാൻ പറ്റാണ്ട് അന്നത്തെ ദിവസവും രാവിലെ എഴുന്നേറ്റ് പണികളൊക്കെ തീർന്ന് എല്ലാവരും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സമയം വെറുതെ അങ്ങ് കളയും. അപ്പോൾ അതിനെ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അതിന് മുന്നേ പറയട്ടെ, ഡിസ്ക്ലെയിമർ എന്നുള്ള കണക്ക് ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്. ഞാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ ഞാനങ്ങനെ പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ കാര്യം തന്നെ നമുക്ക് എടുത്ത് നോക്കിയാൽ പറയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. അതെല്ലാവർക്കും അറിയുന്നുണ്ടാകും. നമുക്കൊരു എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാനിങ് വേണം. എന്ന് വെച്ച് ഓവർ പ്ലാനിങ്ങും അല്ല ഒട്ടും പ്ലാൻ ചെയ്യാണ്, രണ്ടും കുഴപ്പമാണ്. ഓവർ പ്ലാൻ ചെയ്താലും കുഴപ്പമാണ്, തീരെ പ്ലാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ പ്ലാനിങ് ഉണ്ടാക്കുക. ഞാൻ നിങ്ങളുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ടു ഡു ലിസ്റ്റ് ഒന്നും എഴുതാത്ത ഒരാളായിരുന്നു എന്നുള്ളത്. പക്ഷേ മീൽ പ്ലാനിങ് ചെയ്യുമായിരുന്നു. അത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും മീൽ പ്ലാനിങ് ചെയ്യൂലെങ്കിലും ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മീൽ പ്ലാനിങ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വെജിറ്റബിൾസും ഗ്രോസറീസൊക്കെ പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവരും എത്തിപ്പെടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ വിട്ടു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യോ ടൈം മാനേജ്മെൻറ്റ് ശരിയല്ലാത്തതുകൊണ്ടാണ് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത് ഞാൻ എൻ്റെ പേഴ്സണൽ വ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബുക്കും പേപ്പർ, നിങ്ങൾക്കറിയാം എൻ്റെ കിച്ചണിൽ ക്രോക്കറി ഷെൽഫിൻ്റെ മുകളിൽ ഒരു ബുക്കും പേപ്പറുണ്ട്. അതിനകത്തേക്ക് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുക. ടു ഡു ലിസ്റ്റ്, അതായത് നമുക്കന്ന് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എഴുതുക. അല്ലാണ്ട് ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ആനപ്പുറത്ത് കയറുന്നൊക്കെ എഴുതിയിട്ട് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലേ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. കുറേ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പണ്ടൊക്കെ എഴുതി വെക്കുമായിരുന്നേ. പിന്നെ ആ ടു ഡു ലിസ്റ്റ് നോക്കുമ്പോൾ അയ്യോ ഞാൻ ഇതൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ എന്തൊരു ഇതാണെന്ന് ഞാൻ തന്നെ മനസ്സിലിങ്ങനെ വിചാരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഭയങ്കര സിമ്പിളായിട്ട് പ്ലാൻ ചെയ്യുക. നല്ലൊരു ബേസ്മെൻറ്റ് ഇടുക എന്ന് പറയില്ല, എന്നാൽ മാത്രമേ നമുക്ക് പിറ്റേ ദിവസം, അപ്പോൾ തലേ ദിവസം തന്നെ ഒരു പ്ലാനിങ് കൊടുക്കുക. പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് തീർക്കാനുള്ള. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങളായിരിക്കും. എന്നാലും അതൊന്നിങ്ങനെ എഴുതി വെക്കുമ്പോണ്ടല്ലോ നമ്മൾ പിറ്റേ ദിവസം കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയതുപോലെ നമുക്ക് തോന്നും. അത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കുമല്ലോ അല്ലേ. നമ്മൾ പ്ലാൻ ചെയ്യാതെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്നാണ് ചെയ്യേണ്ടത്, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു അന്തവും കുന്തവും ഇല്ലാത്ത കളിയായിരിക്കും നമുക്കുണ്ടാവും. അതേസമയം ചെറിയൊരു പ്ലാനിങ് ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. അതായത് നമ്മൾ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്താണോ ചെയ്ത് തീർക്കേണ്ടത് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ എന്തായാലും പഠിച്ചിരിക്കണം. കാരണം നമുക്കൊരു 4 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ 4ാമത്തെ കാര്യമാണ് നമുക്ക് നാളത്തേക്ക് കൊടുക്കേണ്ടത്. അതിൽ ആദ്യത്തെ കാര്യം നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്താലും മതി. പക്ഷേ നമ്മൾ അത് 4ാമത്തെ കാര്യം ചെയ്യാണ്ട് ആദ്യം തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളെ മെൻ്റൽ സ്ട്രെസ്സ് വരും. നമുക്ക് പിറ്റേന്ന് കൊടുക്കേണ്ട സാധനം അല്ലെ, പിറ്റേന്ന് ചെയ്ത് തീർക്കേണ്ട സാധനം നമുക്ക് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മെൻ്റൽ സ്ട്രെസ്സ് വരൂലേ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പീസ്ഫുൾ ആയിരിക്കണം. മെൻ്റൽ സ്ട്രെസ് ഇല്ലാണ്ട് നമ്മൾ മെൻ്റലി ഓക്കെ ആയി പീസായി കാമായിട്ടിരിക്കാനാണ്, ഇരുന്നാലാണ് നമ്മളെ ലൈഫ് കുറച്ചും കൂടി സന്തോഷവും സമാധാനമായിട്ടെല്ലാം പോകുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാം. ഇപ്പം നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക് എന്താണോ, എന്ന് നല്ല വെയിലുണ്ട്, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയാം, എക്സാമ്പിൾ പറയാം. ഇന്ന് നമ്മൾ അലക്കാനിടണം, പിന്നെ ഭക്ഷണം ഉണ്ടാക്കണം, പിന്നെ നെക്സ്റ്റ് ഡേയിലേക്കുള്ള മീൽ പ്രിപ്പറേഷൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയുമോ? നിങ്ങളിത് കേൾക്കുമ്പോൾ ചിരിക്കരുത്, പക്ഷേ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. ചിരിക്കേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇപ്പം നമ്മൾ ഡ്രസ്സ് കഴുകിയിടണം, അതിനകത്തുണ്ടല്ലോ, അതായത് തുണി കഴുകി ഇടണം. അപ്പോൾ അന്ന് നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? മീൽ പ്രിപ്പറേഷൻ ആണോ നിൽക്കേണ്ടത്? അല്ലല്ലോ, നമ്മൾ തുണി വിരിച്ചിടാൻ വേണ്ടി പോകണം. അലക്കിയിട്ട തുണി
വിരിച്ചിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് ഉണങ്ങി കിട്ടും. അതേസമയം ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ തുണി വിരിച്ചിടാൻ പോകുമ്പോഴത്തേക്കും വെയിലൊക്കെ പോയിട്ടുണ്ടാവും, അതങ്ങനെ കിടക്കുന്നുണ്ടാവും. വെയിലില്ലാണ്ട് പിന്നെ വിരിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മെൻ്റലി ഒരു ടെൻഷൻ ആയിരിക്കും. അയ്യോ ഇതിങ്ങനെ അലക്കാനുള്ളത് കൂടി വരികയാണല്ലോ എന്നുള്ള ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, പ്രയോറിറ്റൈസ് ചെയ്യുക നമ്മളെ കാര്യങ്ങൾ, എങ്ങനെ ആദ്യം എന്ത് ചെയ്യണം, രണ്ടാമത് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കി പ്ലാൻ ചെയ്താൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയും തൊടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ ടാസ്ക് പകുതിയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും സ്മൂത്ത് ആയിരിക്കില്ല, നമ്മളെ ദിവസങ്ങൾ ഒട്ടും പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല, ഒട്ടും ഹാപ്പി ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. അടുത്ത ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. അതായത് നമ്മൾ നെഗറ്റിവിറ്റിന്ന് എപ്പോഴും ദൂരേക്ക് നിൽക്കുക. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ പറയാം, നമ്മളെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യണമെന്ന് വെച്ചാൽ ആരെയും കുത്തിക്കൊല്ലണമെന്നല്ല. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അത് നെഗറ്റിവിറ്റി തരുന്ന ആൾക്കാരെ നമ്മളെ അടുത്ത് നിന്ന് കുറച്ച് ദൂരോട്ട് ഒരു കൈ അകലത്തിൽ അവരെ വെച്ചേക്കുക. പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒഴിവാക്കി കളയുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തരുന്ന ആ ഒരു നെഗറ്റിവിറ്റി നമ്മൾ ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പം നമുക്ക് ചെറിയൊരു സാധനം കിട്ടിയാൽ തന്നെ നമ്മളതിനെ ഇങ്ങനെ തലയിലിട്ട് പുകച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അന്നത്തെ ദിവസം എന്തായി, നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. നമ്മളെ അന്നത്തെ ദിവസം മൊത്തം പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ മടി പിടിച്ചാലേ സങ്കടപ്പെട്ട് ഇങ്ങനെ ഫോണും ഞോണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം നടക്കില്ല. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ സന്തോഷമായിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറച്ച് ദൂരേക്ക് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന ഒരു കാര്യം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് മാറ്റി പറിക്കും. എല്ലാവർക്കും അത് പറ്റണമില്ല. ഞാൻ പറഞ്ഞതുപോലെ കൂട്ടുകുടുംബത്തിലൊക്കെ നിൽക്കുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യുക. ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ വീണ്ടും പറഞ്ഞ് ഞാൻ വഷളമാക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം എങ്ങനെയാണ് ടൈമിനെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ നമ്മളോട് ആരെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് ലോലഹൃദയരായി എന്നെ പോലെയുള്ളവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ അത് നമ്മളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. അന്നത്തെ ദിവസം എനിക്ക് അങ്ങനെയാണ് കേട്ടോ. മനസ്സിന് തട്ടുന്ന എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സാധിച്ചു ഞാനൊരു അടിയിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അന്നത്തെ ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പല്ല, പണ്ട് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും അടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും ചെയ്യില്ല. ഭക്ഷണം ഉണ്ടാക്കില്ല, വൃത്തിയാക്കില്ല, ക്ലീൻ ചെയ്യൂല, ഒന്നും ചെയ്യില്ല. ഞാനിങ്ങനെ എവിടെയെങ്കിലും ചടഞ്ഞു കൂടിയിരുന്ന് ഫോണും ഇങ്ങനെ തോണ്ടി കളിക്കുക. അന്നത്തെ ദിവസം മൊത്തം പോയില്ലേ. ആ അടി ശരിയാകുന്നത് വരെ ഞാൻ അങ്ങനെയായിരിക്കും. പക്ഷേ സാധിച്ചു നെഗറ്റീവാണ് നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് വിഷമം തരുന്ന ആൾക്കാരെ നമ്മൾ ദൂരേക്ക് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതും നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്ന, നമുക്ക് ടൈം കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് കേട്ടോ. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും വീട്ടിലത്തെ ജോലികളെല്ലാം തീർത്ത്, ഈ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് എല്ലാവരും പോവുക, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എല്ലാവരും പോകണമെന്നില്ല. എല്ലാ കാര്യത്തിലും എല്ലാവരും പോകണമെന്നില്ല. എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. ഓക്കെ, നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് നമ്മളെല്ലാ വീഡിയോസും കാണും. ഇപ്പം നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ മിക്ക വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അവർ ചെയ്യുന്നത് പോലെ കോപ്പി ചെയ്യാണ്ടിരിക്കുക. അതായത് ഇപ്പം ഞാനൊരു ഓർഗനൈസേഷൻ വീഡിയോ ആണ്, അല്ലെങ്കിൽ മീൽ പ്ലാനിങ് കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് ചിലപ്പോൾ ചീരയും മുട്ടയും ചിക്കനും ഒക്കെ ഡെയിലി ആഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബ്രൊക്കോലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഡെയിലി ആഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല, അത് വേറെ കാര്യം. ചിക്കനും മുട്ടയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, ബ്രൊക്കോലി ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അത് നമ്മളിങ്ങനെ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വീഡിയോ ഓക്കെ കണ്ടു, നമ്മളെ ഒരു സന്തോഷത്തിന്, അല്ലെങ്കിൽ നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു വീഡിയോ കണ്ടു, ചിലപ്പോൾ നമ്മൾ തംബ്നെയിൽ കണ്ട് വീഡിയോ എടുത്ത് നോക്കി. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ, അതിനെ അതേപോലെ കോപ്പി ചെയ്യാണ്ട് നമ്മൾ അതിനകത്തുനിന്നൊരു റെഫറൻസ് എടുത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്ത് കൊണ്ടുവരണം. സെയിം കോപ്പി ചെയ്യാണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും മറ്റുള്ളവരെ കോപ്പി ചെയ്യാൻ അല്ലെങ്കിൽ അവരെ പോലെ ആവാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കൊന്നും ആവാൻ പറ്റാത്തത്. അതിന് പകരം അവരുടെ നിന്ന് നമ്മളൊരു റെഫറൻസ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ, അതായത് നമ്മൾ സ്പേസ് നമ്മളെ കംഫർട്ടിനനുസരിച്ച് അതിനെ ഡിസൈൻ ചെയ്ത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഓർഗനൈസിങ് വീഡിയോ കണ്ടിട്ട് അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. അത് കുറച്ചും കൂടി കഴിയട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ കാണിച്ച് കളഞ്ഞിട്ടണ്ട. അപ്പോൾ അതാണ്, നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അവരെ പോലെ ആവണം, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമുക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്താൽ മതി. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയാം. അഥവാ അങ്ങനെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഞാൻ പറയാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനമായിരിക്കും ചിലപ്പോൾ ആ വീഡിയോയിൽ കാണിക്കുന്നത്. എന്നാലും നമ്മൾ അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കൂടുതൽ എക്സ്പെൻസും അല്ലെങ്കിൽ നമുക്ക് എന്താണ് കൂടുതലായിട്ട് അത് വേണം 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 എന്നുള്ള ആ ഒരു ചിന്തയും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും വേണ്ട. നമ്മൾ അതിനകത്തൊരു റെഫറൻസ് എടുത്ത് ഓക്കെ ഇങ്ങനെയൊരു ബോക്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിന് പകരം എനിക്ക് കാർഡ്ബോർഡ് ബോക്സ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു അതിനേക്കാളും റേറ്റ് കുറഞ്ഞ ഈ ഒരു സാധനം അല്ലെങ്കിൽ അതിനേക്കാളും നല്ലൊരു സാധനം, വില കൂടിയൊരു സാധനം, അതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതെങ്കിൽ അത് യൂസ് ചെയ്യുക. സെയിം അതുപോലെ തന്നെ കോപ്പി ചെയ്യാണ്ട് സെയിം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ മോഡിഫൈ ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൈൻഡ് തരും. കാരണം നമ്മൾ മറ്റുള്ളവരെ കോപ്പി ചെയ്ത് നമ്മൾ അതുപോലെ ആവാണ്ടിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സന്തോഷമുള്ളൊരു കാര്യമല്ലേ. നമ്മളിപ്പോൾ തൊട്ടടുത്ത പണ്ടത്തെ അയലത്തെ വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങണം, അങ്ങനെയുള്ളൊരു ചിന്താഗതിയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മെൻ്റലി നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആയി കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ മൊത്തം വീട് ഒറ്റയടിക്ക് നമുക്ക് ഡീക്ലട്ടർ ചെയ്തെടുക്കാൻ പറ്റുന്നത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കിച്ചൺ ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ടുള്ള കാഴ്ചകളാണ്. അതായത് ഒരു സോസ് ബോട്ടിലിൻ്റെ മൂടി വരെ എടുത്ത് വെക്കും. അതായത് അടുത്തതിൻ്റെ അപ്പുറത്തയച്ച് എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് ആ മൂടി വരെ എടുത്ത് വെക്കും, കളയൂല. അങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ട്. അത് പണ്ടത്തെ ആൾക്കാർക്ക് അവർക്ക് അങ്ങനെയുള്ള ശീലമാണ്. അതപ്പോൾ നമുക്ക് അവരെ മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള ശീലങ്ങൾ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്പേസ് വല്ലാണ്ട് എന്താ പറയുക അനാവശ്യമായിട്ട് യൂസ് ആവും. അതായത് നമുക്ക് അവിടെ വേറെ എന്തെങ്കിലും ചെയ്യാം, പക്ഷേ എങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കൂടിക്കിടക്കും. നമുക്ക് ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് വേസ്റ്റ് കൂടിക്കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ പോകാൻ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ നീറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉള്ള സ്ഥലത്താണ് നമ്മൾ പോകാൻ ഇഷ്ടപ്പെടുക, നീറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവിടെ കുറച്ചും കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും അങ്ങനെയൊക്കെയല്ലേ നമുക്ക് തോന്നുക. അതുപോലെ തന്നെ ഓരോ സ്പേസും അങ്ങനെ തന്നെ ചെയ്യുക. അതായത് നിങ്ങളുടേതായ രീതിയിൽ ഡീക്ലട്ടർ ചെയ്തെടുക്കുക. കുറച്ചായിട്ട് ഡീക്ലട്ടർ ചെയ്താൽ മതി. ഒറ്റൊരു ദിവസം തന്നെ ഓടിച്ചാടി കയറി ഫുൾ ഡീക്ലട്ടർ ചെയ്ത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഈ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ എടുത്ത് വെക്കുക എന്നുള്ളത്, അത് വേണ്ടാത്തതാണെങ്കിൽ അപ്പം തന്നെ കളയാന്നുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ കൊണ്ടുവരിക. ശരിക്കും ഉണ്ടല്ലോ, ഇത് എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ടുള്ള കാഴ്ചയാണ്. കവർ എടുത്ത് വെക്കും. ഒരുപാട് കവർ ഉണ്ടാവും, 1000 കവർ ഉണ്ടാവും. എന്നാലും 1001 കവറും കൂടി എടുത്ത് വെക്കും. ആ 1000 കവർ എടുത്ത് കളഞ്ഞിട്ട് 1001 കവർ എടുത്ത് വെച്ചാൽ പോരെ? അത് പറ്റില്ല. 1000 കവറും എടുത്ത് വെക്കും. അങ്ങനെയുള്ള ഒരുപാട് നിങ്ങളിൽ പലരും അങ്ങനെയാണെന്നറിയാം. അതിപ്പോൾ അവരെ കുറ്റം പറയുന്നതല്ല കേട്ടോ, അത് അവർ വളർന്നു വന്നതും അവർ ശീലിച്ചതുമായിട്ടുള്ള കാര്യമാണ്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ എങ്കിൽ ഇങ്ങനെ കൂടി കിടക്കുന്ന ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് അത്ര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു എന്താ പറയുക ഒരു വൈബ് കിട്ടൂലല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. കാരണം എല്ലാം ഇങ്ങനെ കൂടിക്കിടക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റില്ല. അതേസമയം കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് വേസ്റ്റ്, അതായത് അനാവശ്യമായ വേസ്റ്റ് എന്നല്ല, അനാവശ്യമായ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ആ ഒരു സ്പേസിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കിച്ചൺ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അധികം അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന പാത്രങ്ങളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ നമുക്കത് ആ ഒരു സ്പേസിനകത്ത് പണിയെടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും, നമുക്ക് ഈസി ആക്കാം. അപ്പോൾ നമ്മൾ ടൈം കുറച്ചും കൂടെ സേവായി. അപ്പോൾ ഈ ഒരു ഡീക്ലട്ടറിങ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ നമുക്ക് വീട് മൊത്തം ചെയ്യാണ്ട് ആദ്യം തന്നെ നിങ്ങൾ കിച്ചണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. കിച്ചണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പതിയെ വീട് മൊത്തം അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന കിച്ചണിലാണ്. അപ്പോൾ കിച്ചൺ ഡീക്ലട്ടർ ചെയ്ത് തുടങ്ങുക. അത് തന്നെ നമുക്ക് വലിയൊരു ടൈം സേവിങ് ആയിരിക്കും. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ തോന്നും. എന്നാലും അതും നമ്മളെ ലൈഫിൽ ഒരുപാട് നമ്മളെ സമയം എടുത്തുകൊണ്ട് പോകുന്നൊരു സാധനമാണ്. അതായത് അഡിക്ഷൻ. നമുക്ക് എല്ലാവർക്കും ഫോൺ അഡിക്ഷൻ ഉണ്ട്. ഈ പറയുന്ന നിനക്കാണെങ്കിലും ഫോൺ അഡിക്ഷൻ ഉണ്ട്. പണ്ട് ഭയങ്കര കൂടുതലായിരുന്നു, ഇപ്പോൾ ഭയങ്കര കുറവാണ്. കാരണം എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ആ സമയം കിട്ടിയാൽ ഞാനും ഞോണ്ടിയിരിക്കുകയായിരുന്നു. പക്ഷേങ്കിൽ അത് നമ്മൾ ടൈം കാർന്ന് തിന്നുന്ന ഒരു വൃത്തികെട്ട സംഭവമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. ഇപ്പോൾ ചിലർക്ക് മൊബൈലായിരിക്കും, ചിലർക്ക് ബുക്കായിരിക്കും, ചിലർക്ക് നോവൽ, സീരിയൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ മൊത്തമായിട്ടൊന്നും നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക. വളരെ പൊടിക്കൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സമയം കൂടുതലായിരിക്കും. അതായത് നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. അതായത് നമുക്കിപ്പം ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കോഫി ആണെങ്കിലും ചായ ആണെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഈ ഒരു അഡിക്ഷൻ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ കൂട്ടത്തിൽ നമ്മളത് എഴുതി വെക്കുക. അതായത് ഇന്നേ കാര്യത്തിന് ഇത്ര സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തുടങ്ങി പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിന് ചെറുതായ രീതിയിൽ ഒന്ന് കൺട്രോൾ
കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ അഡിക്ഷൻ ഉണ്ടാകുമ്പോൾ എന്താവും, നമ്മൾ എന്തെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക ഫോണിനകത്ത് വീഡിയോസ് കാണുക, അല്ലെങ്കിൽ റീൽസ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് സമയം കിട്ടും. ആ ഒരു സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുക്കുക. നമ്മളെ മെൻ്റൽ പീസിനെ ഭയങ്കരമായിട്ട് അത് മാറ്റും. നമുക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക. അതായത് നമ്മൾ ചില ദിവസം ഭയങ്കര ബിസി ആയിരിക്കും, 2-3 ഒരാഴ്ചയൊക്കെ ബിസി ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ് ചെയ്ത് വർക്ക് ചെയ്യാണ്ട്, അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് അടുക്കളയിലെ ജോലികൾ തീർക്കുന്ന സമയങ്ങളാണെങ്കിൽ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എന്താണ്, ഒരു സ്പേസ് വൃത്തിയോടായി കിടക്കുക. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചത്, എൻ്റെ വാർഡ്രോബ് നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടുണ്ടല്ലോ, അയ്യോ ഇവളൊരു യൂട്യൂബർ ആണോ എന്ന് വരെ നിങ്ങൾക്ക് തോന്നിപ്പോ. പക്ഷെ എനിക്കൊരു മടിയില്ല, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആരും കണ്ട് ഞെട്ടരുത്. എൻ്റെ പോക്ക് കണ്ടാലേ അറിയാലോ എത്ര ഭീകരമായിരിക്കും എൻ്റെ അലമാരേൻ്റെ അവസ്ഥ എന്നുള്ളത്. ഞാൻ പണ്ടേ പറഞ്ഞിട്ട് എൻ്റെ വാർഡ്രോബ് ഓർഗനൈസേഷനിൽ ഞാൻ ഭയങ്കര വീക്കാണ് എന്നുള്ളത്. എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ വൃത്തിയാക്കി വെക്കാറുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു സാധനം എനിക്ക് ചെയ്യാൻ അങ്ങോട്ട് തോന്നുന്നില്ല. അതായത് അതങ്ങനെ കിടന്നോട്ടെ, അതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് വെച്ച് പെർഫെക്റ്റ് ആക്കി എടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല. കാരണം അത് ഓക്കെ, അതങ്ങനെ ആയിക്കോട്ടെ. അതായത് നമ്മൾ എന്താ പറയുക, ഗോ വിത്ത് ദ ഫ്ലോ എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ അതങ്ങനെ ആയിക്കോട്ടെ. അത് ചില കാര്യങ്ങളിൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ. അത് ചെയ്യണം അങ്ങനെയുള്ളൊരു ത്വര എനിക്ക് ആകെ വരുന്നത് കിച്ചണിലത്തെ ഡീക്ലട്ടറിങ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ബാക്കി വീട്ടിലെ എല്ലാ സ്ഥലത്തും ചില സമയത്ത് പൊടിയും കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് വാർഡ്രോബിൻ്റെ കാര്യം ഒക്കെ ഇങ്ങനെ ഉണ്ടാവും. പക്ഷേങ്കിൽ അത് ഞാൻ ചില സമയത്ത് മൈൻഡിലേക്ക് എടുക്കാറ്. അത് അങ്ങനെ നിന്നോട്ടെ, കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്താഗതി അത് നമുക്ക് ഇടയ്ക്ക് വേണം. എന്നാലും നമ്മൾ ഈ ഒരു വാർഡ്രോബ് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എല്ലാ ഡ്രസ്സും താഴോട്ടേക്കിടും, അതിനകത്ത് പരത്തിയെടുക്കും, വീണ്ടും തിരിച്ച് ഞാൻ ഉന്തി വെക്കും. പക്ഷേ ഇതെനിക്ക് ചെയ്യണം എന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാത്തതെന്ന് വെച്ചാൽ, എനിക്ക് അത് ചെയ്യാനൊരു ഇഷ്ടം തോന്നുന്നില്ല. ആയിക്കോട്ടെ, അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഇതിപ്പോൾ ആർക്കും കുഴപ്പം, എനിക്കും കുഴപ്പമില്ല, നൈതികൂട്ടനും കുഴപ്പമില്ല, സായുജിനും കുഴപ്പമില്ല. നമുക്ക് ഡ്രസ്സൊക്കെ കറക്റ്റ് സമയത്ത് കിട്ടുന്നുണ്ടല്ലോ, അത് മതി എന്ന് വിചാരിച്ച് എപ്പോഴും അല്ല കേട്ടോ, ചില സമയത്ത് മാത്രമാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു സന്തോഷ സമാധാനമൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് അതിനെക്കൊണ്ട് മെൻ്റൽ സ്ട്രെസ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നമുക്ക് കുറച്ച് മെല്ലെ സമാധാനത്തിൽ അങ്ങ് പോവാം, സന്തോഷത്തിൽ അങ്ങ് പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതുപോലൊരു ബ്രേക്ക്, അതായത് എല്ലാം പെർഫെക്റ്റ് ആക്കണം എന്ന് ചിന്തിക്കാണ്ട് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് അത് ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്, അല്ലെങ്കിൽ ഗോ വിത്ത് ദ ഫ്ലോ, അങ്ങനെയുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും, മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവില്ല. ഈ മെൻ്റൽ സ്ട്രെസ് എന്നുള്ള വേർഡ് ഞാൻ കുറേ ആയി യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോന് ആ ഒരു വേർഡ് വളരെ അത്യാവശ്യമാണ് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മുന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഭയങ്കര എന്നുള്ളത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് ഞാൻ ഉപയോഗിച്ച വേർഡ് മെൻ്റൽ സ്ട്രെസ്സാണ്. ഓരോ വീഡിയോനും ഓരോ വേർഡ് ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ എന്തായാലും മെൻ്റൽ സ്ട്രെസ്സാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ടൈം വേസ്റ്റ് ആക്കുന്നതിലൂടെ, അല്ലെ ടൈം ഇല്ലാത്തതിലൂടെ നമുക്ക് വരുന്നൊരു കാര്യമാണ് ഈ മാനസിക സംഘർഷം എന്ന് പറയാൻ, മാനസിക സംഘർഷം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊന്നും അങ്ങനെ ആനക്കാര്യവും ചക്കക്കാര്യവും ഒന്നുമല്ല. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചെയ്തു തുടങ്ങുക. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കിച്ചണിൽ ചെയ്യുന്ന ഡീക്ലട്ടറിങ്ങും പ്ലാനിങ്ങും ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് ചെറുതായിട്ട് തുടങ്ങുമ്പോൾ തന്നെ എല്ലാ പോയിൻറ്റ്സും ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട. ഓരോരോ പോയിൻറ്റ്സ് ഓരോ ദിവസം വെച്ച് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ചെറിയ മാറ്റങ്ങളും ചെറിയ സന്തോഷങ്ങളും ചെറിയ സമാധാനങ്ങളും ഉണ്ടാവും. ഒരുപാട് സമയവും നമുക്ക് കിട്ടും. ആ ഒരു സമയത്തിന് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുള്ളായി എന്ന് എനിക്കറിയില്ല. എനിക്കറിയുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക. ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതും കൂടി എൻ്റെ അടുത്ത് പറയാം. നമുക്കിന്ന് അധികം കാര്യമായിട്ടൊന്നും പറയാനില്ല, കുറച്ച് സീരിയസ് വർത്തമാനങ്ങളായിപ്പോയി ഇന്ന്. എന്നാലും ഇടയ്ക്ക് അങ്ങനെയൊക്കെ വേണമല്ലോ. എപ്പോഴും നമ്മളിങ്ങനെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. നമ്മൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. നമ്മളെ ഫാമിലിയിലേക്ക് കുറേ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു ലൈവും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.